ഹായ് എവരിവൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റൂളേഴ്സ് ഓഫ് ട്രാവൻകൂർ എന്ന ടോപ്പിക്കാണ് പഠിക്കുന്നത്. തിരുവിതാംകൂറിലെ രാജാക്കന്മാരെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. PSCയിൽ അവിടുന്നും ഇവിടുന്നുമെല്ലാം തിരുവിതാംകൂറിലെ രാജാക്കന്മാരെക്കുറിച്ചും രാജഭരണത്തെക്കുറിച്ചുമുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ അതിനെപ്പറ്റി ഒന്ന് പഠിക്കാം. അപ്പം എല്ലാവരും ക്ലാസ്സുകൾ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് തിരുവിതാംകൂറിലെ രാജാക്കന്മാരെ കുറിച്ചാണ്. അങ്ങ് മാർത്താണ്ഡവർമ്മ മുതൽ ചിത്തിര തിരുനാൾ വരെ എല്ലാവരെക്കുറിച്ചും നമുക്കൊന്ന് കണ്ടുപോകണം. അപ്പോൾ ക്ലാസ്സുകൾ കാണുക, സപ്പോർട്ട് ചെയ്യുക. ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തായി 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ ഉണ്ടായിരുന്ന നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ. ചേര സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന ഈ ഭൂപ്രദേശം സമൃദ്ധിയുടെ നാട് എന്നർത്ഥത്തിൽ ശ്രീവാഴുങ്കോട് എന്നും മലയാളത്തിൽ തിരുവാഴുങ്കോടും എന്നും അറിയപ്പെട്ടു. തിരുവാഴുങ്കോട് പിന്നീട് തിരുവിതാംകൂർ എന്നായി മാറി. ഇംഗ്ലീഷുകാർ ഈ രാജ്യത്തെ ട്രാവൻകൂർ എന്ന് വിളിച്ചു. തിരുവിതാംകൂറിനെ ട്രാവൻകൂർ എന്ന് വിളിച്ചത് ആരാണ്? ഇംഗ്ലീഷുകാരാണ്. തിരുവിതാംകൂറിൻ്റെ ആധുനിക ചരിത്രം തുടങ്ങുന്നത് വേണാട് ഭരിച്ച അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയിൽ നിന്നുമാണ്. 1729 1758 കാലഘട്ടം വേണാട് ഭരിച്ചിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയിൽ നിന്നാണ് നമ്മൾ തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പഠിച്ചു തുടങ്ങുന്നത്. അദ്ദേഹം രാജ്യം വടക്കോട്ട് പെരിയാറിൻ്റെ തീരം വരെ വ്യാപിപ്പിച്ചു. പിന്നീട് വന്ന കാർത്തിക തിരുനാൾ രാമവർമ്മ ഭരണസൗകര്യാർത്ഥം തലസ്ഥാന നഗരി പത്മനാഭപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റി. അപ്പം തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം പത്മനാഭപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ തിരുവിതാംകൂർ രാജാവ് ആരാണ്? അത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. കാർത്തിക തിരുനാൾ രാമവർമ്മ ആർക്ക് ശേഷമാണ് വന്നത്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷം വന്ന ഭരണാധികാരിയായിരുന്നു കാർത്തിക തിരുനാൾ മാർത്താണ്ഡവർമ്മ. രാജ്യാതിർത്തി ചാലക്കുടി പുഴ വരെയും അദ്ദേഹം നീട്ടി. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ഒരു കലാകാരൻ്റെ പിക്ചറാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1729 മുതൽ 1758 വരെയുള്ള കാലഘട്ടമാണ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയെ നമ്മൾ വിളിക്കുന്നത്. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? അത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ആധുനിക അശോകൻ, തിരുവിതാംകൂറിൻ്റെ അശോകൻ എന്നീ പേരുകളിലും അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ അറിയപ്പെടുന്നു. ചോരയുടെയും ഇരുമ്പിൻ്റെയും നയം ഇമ്പോർട്ടൻ്റ് ആണ്. ചോരയുടെയും ഇരുമ്പിൻ്റെയും നയം കൊണ്ടുവന്ന അദ്ദേഹത്തിൻ്റെ ഭരണനയത്തെ വിളിക്കുന്നതാണ് ചോരയുടെയും ഇരുമ്പിൻ്റെയും നയമെന്ന്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഭദ്രദീപം, മുറജപം എന്നീ ചടങ്ങുകൾ ആരംഭിച്ച ഭരണാധികാരിയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. 1750 ജനുവരി 3 തൃപ്പടിദാനം നടത്തി ശ്രീ പത്മനാഭൻ എന്ന പേര് സ്വീകരിച്ചു. അപ്പോൾ തൃപ്പടിദാനം നടന്നത് എന്നാണ് 1750 ജനുവരി 3 ശ്രീ പത്മനാഭദാസനാവുകയാണ് തൃപ്പടിദാനത്തിലൂടെ അദ്ദേഹം ചെയ്യുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ രാജ്യവും സർവ്വതും അദ്ദേഹം പത്മനാഭസ്വാമിക്ക് ദാനം ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ ദാസനായിട്ട് പിന്നീട് രാജ്യം ഭരിക്കാനുള്ള തിരുവിതാംകൂർ രാജവംശം പത്മനാഭദാസന്മാരായിട്ടാണ് പിന്നീട് രാജ്യഭരണം നടത്തുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് പറയുമ്പോൾ കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741. ആരുമായിട്ടാണ്? ഡച്ചുകാരെ പരാജയപ്പെടുത്തി. ഡച്ചുകാരുമായി ഏഷ്യയിൽ തന്നെ ആദ്യമായി ഇംഗ്ലീഷുകാർക്കെതിരെ ഇന്ത്യയിൽ തന്നെ നടന്ന ഒരു യുദ്ധമായിരുന്നു കുളച്ചൽ യുദ്ധം. 1741 ക്യാപ്റ്റൻ ഡിലനോയിനെ തോൽപ്പിക്കുന്നു. അദ്ദേഹത്തെ തിരുവിതാംകൂറിൻ്റെ സർവ്വ സൈന്യാധിപനാക്കുകയും ചെയ്യുന്നു നമ്മുടെ മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിൽ അഞ്ചൽ മീൻസ് എന്താണ്? പോസ്റ്റൽ സമ്പ്രദായവും ഭൂസർവേയും ആരംഭിച്ച ഭരണാധികാരിയും അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. വേണാട് രാജാവ് രാമവർമ്മ 1723 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ഉണ്ടാക്കിയ ഉടമ്പടിയിൽ തിരുവിതാംകൂറിനായി ഒപ്പുവെച്ച യുവരാജാവായിരുന്നു അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അപ്പം ആദ്യമായി ഇംഗ്ലീഷുകാരുമായി ഒരു ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജാവാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അടുത്തത് നമ്മൾ കാർത്തിക തിരുനാൾ രാമവർമ്മയെക്കുറിച്ചാണ് പഠിക്കുന്നത്. കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ കാലം 1758 മുതൽ 1798 വരെയുള്ള കാലഘട്ടമാണ്. ഏറ്റവും കൂടുതൽ കാലം പദവിയിലിരുന്ന തിരുവിതാംകൂർ രാജാവായിരുന്നു കാർത്തിക തിരുനാൾ രാമവർമ്മ. ധർമ്മരാജ, കിഴവൻ രാജ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവ്. ധർമ്മരാജ, കിഴവൻ രാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ആരാണ്? അത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. 1766 രണ്ടാം തൃപ്പടിദാനം നടത്തിയ രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. രണ്ടാം തൃപ്പടിദാനം നടത്തിയത് ആരാണ്? അത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്.
തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ രാജാവും കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ ആധാരമാക്കി ബാലരാമഭാരതം രചിച്ച രാജാവാണ് അദ്ദേഹം. കല്യാണ സൗതികം, പാഞ്ചാലി സ്വയംവരം, രാജസൂയം, സുഭദ്രാഗ്രഹണം ഹരണം എന്നീ ആട്ടകഥകൾ രചിച്ച രാജാവ്. അപ്പോൾ കല്യാണ സൗതികം, പാഞ്ചാലി സ്വയംവരം, രാജസൂയം, സുഭദ്രാഹരണം എന്നീ ആട്ടകഥകൾ രചിച്ച തിരുവിതാംകൂർ രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. അദ്ദേഹത്തെ കിഴവൻ രാജ, ധർമ്മരാജ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം പത്മനാഭപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ആരാണ്? രാമവർമ്മയാണ്. ഇനി കൊടുങ്ങല്ലൂർ കോട്ടയം പള്ളിപ്പുറം കോട്ടയും വിലയ്ക്ക് വാങ്ങിയ തിരുവിതാംകൂർ രാജാവാണ് അദ്ദേഹം. നെടുങ്കോട്ട പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് ആരാന്ന് ചോദിച്ചാൽ അത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. അടുത്തത് നമ്മൾ പഠിക്കുന്നത് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയെ കുറിച്ചാണ്. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ കാലഘട്ടം 1798 മുതൽ 1810 വരെയുള്ള കാലഘട്ടമാണ്. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ പദവിയിലെത്തിയ തിരുവിതാംകൂർ രാജാവായിരുന്നു അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. തിരുവിതാംകൂർ ചരിത്രത്തിലെ ഏറ്റവും അശക്തനായ ഭരണാധികാരി എന്ന് വിശേഷിക്കപ്പെടുന്ന രാജാവാണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. ഏറ്റവും അശക്തനായ ഭരണാധികാരി എന്ന് പറയുന്നത് ആരെയാണ്? അത് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയെയാണ്. തിരുവിതാംകൂർ പൂർണ്ണമായും ബ്രിട്ടീഷ് അധീനതയിലായ സമയത്തെ ഭരണാധികാരിയായിരുന്നു അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. 1802 വേലുത്തമ്പി ദളവയെ നിയമിച്ച തിരുവിതാംകൂർ രാജാവ് അദ്ദേഹത്തിൻ്റെ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ പ്രശസ്തനായ ദിവാനായിരുന്നു വേലുത്തമ്പി ദളവ. അപ്പോൾ വേലുത്തമ്പി ദളവയെ തൻ്റെ ദളവയായി നിയമിച്ചത് ആരാണ്? അത് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയാണ്. അടുത്തത് തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ച ഭരണാധികാരിയാണ് ആര്? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തതായി നമ്മൾ പറയുന്നത് കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവ്, കൊല്ലം ചെങ്കോട്ട റോഡ് നിർമ്മിച്ച തിരുവിതാംകൂർ ഭരണാധികാരി, ഇവയെല്ലാം ആരുമായി ബന്ധപ്പെട്ടതാണ്? അതെല്ലാം അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുമായി ബന്ധപ്പെട്ടതാണ്. കേരളത്തിൻ്റെ നെയ്ത്തു പട്ടണമായ ബാലരാമപുരത്തിന് ആ പേര് ലഭിക്കാൻ കാരണമായ തിരുവിതാംകൂർ രാജാവാണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. അപ്പം കേരളത്തിൻ്റെ നെയ്ത്തു പട്ടണം എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് നമ്മുടെ ബാലരാമപുരമാണ്. ബാലരാമപുരത്തിന് ആ പേര് ലഭിക്കാൻ കാരണമായ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ തിരുവിതാംകൂർ രാജാവായിരുന്നു ആര്? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. ഓക്കെ, അടുത്തത് നമ്മൾ പഠിക്കുന്നത് റാണി ആയില്യം തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായിയെ കുറിച്ചാണ്. ഇമ്പോർട്ടൻ്റ് ആണ് ആയില്യം തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായി. റാണിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1810 മുതൽ 1815 വരെയുള്ള കാലഘട്ടമാണ്. ആയില്യം തിരുനാൾ റാണി ഗൗരി ലക്ഷ്മി ഭായി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആധുനിക തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരി, ആധുനിക തിരുവിതാംകൂറിൻ്റെ ആദ്യത്തെ വനിതാ ഭരണാധികാരിയായിരുന്നു റാണി ഗൗരി ലക്ഷ്മി ഭായി. ഏറ്റവും കുറഞ്ഞ കാലം തിരുവിതാംകൂർ രാജപദവിയിലിരുന്ന വ്യക്തിയായിരുന്നു റാണി. തിരുവിതാംകൂർ സെക്രട്ടേറിയറ്റ് സമ്പ്രദായം നടപ്പിലാക്കിയ ഭരണാധികാരി, തിരുവിതാംകൂറിൽ ഓഡിറ്റും അക്കൗണ്ടും നടപ്പിലാക്കിയ ഭരണാധികാരി, 1812 തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കി. ഇമ്പോർട്ടൻ്റ് ആണ്, 1812 തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയ രാജകീയ വിളംബരമിറക്കിയ ഭരണാധികാരി, തിരുവിതാംകൂറിൽ പോലീസ് വകുപ്പ് വിപുലീകരിച്ച ദിവാന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാക്കിയ ഭരണാധികാരി, ദുർമരണം ഒഴിവാക്കാൻ ലക്ഷ്യമിട്ട് ദേവസ്വം ഭരണം ഏറ്റെടുത്തു തിരുവിതാംകൂർ ഭരണാധികാരി. അപ്പോൾ റാണി ഗൗരി ലക്ഷ്മി ഭായി ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ദേവസ്വം ഭരണം ഏറ്റെടുത്തു, അതുപോലെ തന്നെ 1812 അടിമക്കച്ചവടം നിർത്തലാക്കി. അടുത്തത് നമ്മൾ പറയുന്നത് ഗൗരി പാർവതി ഭായിയെ കുറിച്ചാണ്. ഗൗരി ലക്ഷ്മി ഭായിയെ കുറിച്ച് ആദ്യം നമ്മൾ പറഞ്ഞു. അടുത്തത് ഉത്രട്ടാതി തിരുനാൾ ഗൗരി പാർവതി ഭായിയുടെ കാലഘട്ടം 1815 മുതൽ 1829 വരെയുള്ള കാലഘട്ടമാണ്. സ്വാതി തിരുനാളിന് പ്രായം തികയുന്നതുവരെ തിരുവിതാംകൂർ റീജന്റായി ഭരണം നടത്തിയ വനിതയായിരുന്നു റാണി ഗൗരി പാർവതി ഭായി. തിരുവിതാംകൂറിൽ കയറ്റുമതി ഇറക്കുമതി ചുങ്കങ്ങൾ നിർത്തൽ ചെയ്ത് വാണിജ്യ സ്വാതന്ത്ര്യം കൊണ്ടുവന്ന ഭരണാധികാരി, തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധവും സൗജന്യവുമാക്കിയ ഭരണാധികാരി, ആലപ്പുഴയിലും കോട്ടയത്തും പെൺപള്ളിക്കുടങ്ങൾ സ്ഥാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരി. പെൺപള്ളിക്കുടങ്ങൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ഗൗരി പാർവതി ഭായിയെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് പ്രാഥമിക വിദ്യാഭ്യാസം കേട്ടോ. തിരുവനന്തപുരത്തെയും കഠിനംകുളം കായലിനെയും ബന്ധിപ്പിച്ച് തോടും പാർവതി പുത്തനാറും പണി കഴിപ്പിച്ച ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതി ഭായി.
അടുത്തതാണ് സ്വാതി തിരുനാൾ രാമവർമ്മ. സ്വാതി തിരുനാൾ രാമവർമ്മയുടെ കാലഘട്ടം 1829 മുതൽ 1846 വരെയാണ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിലെ സുവർണ്ണ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്ന കാലഘട്ടമാണ് സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടം. ആധുനിക തിരുവിതാംകൂറിൻ്റെ സുവർണ്ണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആരുടെ കാലഘട്ടമാണ്? സ്വാതി തിരുനാളിൻ്റെ ഭരണകാലഘട്ടത്തെയാണ്. ഗർഭശ്രീമാൻ, ദക്ഷിണഭോജൻ, രാജാക്കന്മാരിലെ സംഗീതജ്ഞനിലെ രാജാവ് എന്നീ പേരുകളിൽ അറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. ഇമ്പോർട്ടൻ്റ് ആണ്. ഗർഭശ്രീമാൻ, ദക്ഷിണഭോജൻ, രാജാക്കന്മാരിലെ സംഗീതജ്ഞനിലെ രാജാവ്. തിരുവിതാംകൂറിൽ സിവിൽ കേസുകൾക്ക് പോലീസ് കേസുകൾക്കുമായി മുൻസിഫ് കോടതികൾ സ്ഥാപിച്ച ഭരണാധികാരിയാണ് സ്വാതി തിരുനാൾ. കള്ളം കണ്ടുപിടിക്കാൻ തിളച്ച എണ്ണയിൽ കൈമുക്കുന്ന പരീക്ഷയായ ശുചീന്ദ്രൻ കൈമുക്ക് നിർത്തലാക്കിയ രാജാവ്. ശുചീന്ദ്രൻ കൈമുക്ക് എന്താണ്? അതായത് നമ്മുടെ കള്ളങ്ങൾ തെളിയിക്കാൻ വേണ്ടിയിട്ട് തിളച്ച എണ്ണയിൽ ആളുകളെ കൊണ്ട് കൈമുക്കിക്കുന്ന ഒരു സമ്പ്രദായം അല്ലെങ്കിൽ ഒരു ദുരാചാരം നമ്മുടെ തിരുവിതാംകൂറിൽ നിലനിന്നിരുന്നു. അത് നിർത്തലാക്കിയത് ആരാണ്? അത് സ്വാതി തിരുനാളാണ്. തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ച ഭരണാധികാരിയും സ്വാതി തിരുനാളാണ്. തിരുവനന്തപുരത്ത് ഗവൺമെൻറ് പ്രസ്, നക്ഷത്ര ബംഗ്ലാവ്, ധർമാശുപത്രി എന്നിവ ആരംഭിച്ച രാജാവ് ആരാണ്? അത് സ്വാതി തിരുനാളാണ്. തിരുവിതാംകൂറിൽ ആദ്യമായി ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തിയത് സെൻസസ് നടത്തിയ ഭരണാധികാരി ആരാണ്? അത് സ്വാതി തിരുനാളാണ്. ഭക്തമഞ്ജരി, സ്യാനന്തൂരപുര വർണ്ണന പ്രബന്ധം, പത്മനാഭശതകം, അജിമോളോപാഖ്യാനം, കുചേലോപാഖ്യാനം, ഉത്സവ വർണ്ണന പ്രബന്ധം തുടങ്ങിയ കൃതികൾ അദ്ദേഹം രചിച്ചു. ഇന്ത്യൻ തപാൽ വകുപ്പിന്റെ സ്റ്റാമ്പിൽ ചിത്രീകരിക്കപ്പെട്ട ആദ്യത്തെ തിരുവിതാംകൂർ രാജാവ്. ഇന്ത്യൻ തപാൽ വകുപ്പിന്റെ സ്റ്റാമ്പിൽ ചിത്രീകരിക്കപ്പെട്ട ആദ്യത്തെ തിരുവിതാംകൂർ രാജാവ് ആരാണ്? അത് സ്വാതി തിരുനാളാണ്. തിരുവനന്തപുരത്ത് കുതിരമാളിക എന്നറിയപ്പെടുന്ന പുത്തൻ മാളിക കൊട്ടാരം പണി കഴിപ്പിച്ചത് ആരാണ്? അത് സ്വാതി തിരുനാളിൻ്റെ കാലത്താണ്. കുതിരമാളിക പാലസ് സ്വാതി തിരുനാളിൻ്റെ കാലത്താണ്. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ചാണ് അടുത്ത് പഠിക്കുന്നത്. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം 1847 മുതൽ 1860 വരെയുള്ള കാലഘട്ടമാണ്. 1857 മഹത്തായ വിപ്ലവത്തിൻ്റെ സമയത്ത് ആരാണ് തിരുവിതാംകൂർ ഭരണാധികാരി എന്ന് ചോദിച്ചാൽ അത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. 1857 ആലപ്പുഴയിലെ കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ച ഭരണാധികാരിയായിരുന്നു ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. 1857 കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് വന്നത്. എവിടെയാണ്? ആലപ്പുഴയിലാണ് വന്നത്. ഏത് ഭരണാധികാരിയുടെ കാലഘട്ടത്താണെന്ന് ചോദിച്ചാൽ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ പിക്ചറാണ് എനിക്ക് തന്നിരിക്കുന്നത്. കലാകാരൻ്റെ സൃഷ്ടിയിലാണ് കേട്ടോ, നമുക്ക് അറിയില്ല. 1859 ഇന്ത്യയിലെ ആദ്യ കയർ ഫാക്ടറിയായ ഡാറാസ് മെയിൽ ആൻഡ് കമ്പനി ആലപ്പുഴയിൽ ആരംഭിച്ച സമയത്തും തിരുവിതാംകൂർ രാജാവ് ഉത്രം തിരുനാൾ മാർത്താണ്. അപ്പോൾ ആദ്യത്തെ കയർ ഫാക്ടറി എവിടെയാണ് വന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ കയർ ഫാക്ടറി ആലപ്പുഴയിൽ 1859. കേരളത്തിലെ ആദ്യത്തെ തപാൽ വരുന്നത് 1857 ആലപ്പുഴയിൽ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കയർ ഫാക്ടറിയുടെ പേരെന്താണ്? അത് ഡാറാസ് മെയിൽ എന്നാണ്. ഓക്കെ. ഇനി 1859 ചാനാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ സ്വാതന്ത്ര്യം അനുവദിച്ച് വിളംബരം പുറപ്പെടുവിച്ച രാജാവ്. മാറുമറയ്ക്കാൻ അവകാശം ചാനാർ സ്ത്രീകൾക്ക് നൽകിയ തിരുവിതാംകൂർ രാജാവ് ആരാണ്? അത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ 1859. അടുത്ത ആള് ആയില്യം തിരുനാൾ രാമവർമ്മ. ആയില്യം തിരുനാൾ രാമവർമ്മയുടെ കാലഘട്ടം 1860 മുതൽ 1880 വരെയുള്ള 20 വർഷക്കാലമായിരുന്നു. 1866 പുരോഗമനോന്മുഖ ഭരണത്തിൻ്റെ അംഗീകാരമായി ബ്രിട്ടീഷ് രാജ്ഞി മഹാരാജാ പട്ടം സമ്മാനിച്ച തിരുവിതാംകൂർ രാജാവ്. ഏത് രാജാവിനാണ് ബ്രിട്ടീഷ് രാജ്ഞി മഹാരാജാ പട്ടം കൊടുത്തത്? അത് ആയില്യം തിരുനാൾ രാമവർമ്മയ്ക്കായിരുന്നു. അല്ലെങ്കിൽ ബ്രിട്ടീഷ് രാജ്ഞിയിൽ നിന്നും മഹാരാജാ പട്ടം സ്വീകരിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ്? ആയില്യം തിരുനാൾ രാമവർമ്മ. 1865 പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ്. ഇമ്പോർട്ടൻ്റ് ആണ്. 1865 പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? ആയില്യം തിരുനാൾ രാമവർമ്മ. 1867 ജന്മിക്കുടിയാൻ വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവും ആയില്യം തിരുനാളാണ്. 1875 മെയ് 18 തിരുവിതാംകൂറിൽ ആദ്യത്തെ സമഗ്ര കനീഷ് കുമാരി നടത്തിയ ഭരണാധികാരി ആരാണ്? ആയില്യം തിരുനാൾ രാമവർമ്മയാണ്. എന്താണ് ഈ കനീഷ് കുമാരി? കനീഷ് കുമാരി മീൻസ് സെൻസസ് ആണ് കേട്ടോ.
പുനലൂർ തൂക്കുപാലം പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് ആയില്യം തിരുനാൾ രാമവർമ്മയാണ്. തിരുവിതാംകൂറിൽ നാട്ടുഭാഷാ വിദ്യാലയങ്ങൾ ആരംഭിച്ച ഭരണാധികാരിയും അദ്ദേഹമാണ്. കേരളവർമ്മ വലിയകോയി തമ്പുരാൻ അധ്യക്ഷനായി തിരുവിതാംകൂറിൽ പാഠപുസ്തക കമ്മിറ്റി രൂപീകരിച്ച ഭരണാധികാരിയാണ് ആയില്യം തിരുനാൾ രാമവർമ്മ. അടുത്തതാണ് വിശാഖം തിരുനാൾ രാമവർമ്മ. 1880 മുതൽ 885 വരെയുള്ള 5 വർഷക്കാലമായിരുന്നു. പണ്ഡിതനായ തിരുവിതാംകൂർ രാജാവ് എന്നറിയപ്പെടുന്ന ഭരണാധികാരിയായിരുന്നു വിശാഖം തിരുനാൾ രാമവർമ്മ. പണ്ഡിതനായ ഭരണാധികാരി ആരാണ്? വിശാഖം തിരുനാൾ രാമവർമ്മയാണ്. തിരുവിതാംകൂറിൽ മരച്ചീനി കൃഷിക്ക് ജനകീയമാക്കിയ ഭരണാധികാരി. ഇമ്പോർട്ടൻ്റ് ആണ്. മരച്ചീനി കൃഷി തിരുവിതാംകൂറിൽ ജനകീയമാക്കിയത് വിശാഖം തിരുനാൾ രാമവർമ്മ. അത്യുൽപാദന ശേഷിയുള്ള മരച്ചീനി ഇനം ശ്രീ വിശാഖിൻ്റെ പേരിന് കാരണഭൂതനായ രാജാവാണ് വിശാഖം തിരുനാൾ രാമവർമ്മ. 1883 തിരുവിതാംകൂറിൽ സമ്പൂർണ്ണ ഭൂസർവേയും കണ്ടെഴുത്തും നടത്തുന്നത് സംബന്ധിച്ച് വിളംബരം പ്രസിദ്ധപ്പെടുത്തിയ രാജാവ്. തിരുവിതാംകൂറിലെ പോലീസ് സൈന്യത്തെ പുനഃസംഘടിപ്പിച്ച രാജാവും നമ്മുടെ വിശാഖം തിരുനാൾ രാമവർമ്മയാണ്. അടുത്തതാണ് ശ്രീമൂലം തിരുനാൾ. ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടം 1885 മുതൽ 1924 വരെയുള്ള കാലഘട്ടമാണ്. തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി. പ്രാഥമിക വിദ്യാഭ്യാസം കൊണ്ടുവന്ന ഗൗരി പാർവതിഭായിയും പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് ശ്രീമൂലം തിരുനാൾ രാമവർമ്മയും. 1888 ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിച്ചു. ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ 1888 രൂപീകരിച്ച തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ രാമവർമ്മ. തിരുവനന്തപുരത്തെ സംസ്കൃത കോളേജ്, ആയുർവേദ കോളേജ്, ലോ കോളേജ് എന്നിവ ശ്രീമൂലം തിരുനാളിൻ്റെ സംഭാവനയാണ്. 1910 സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി നാടുകടത്തിയ തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. കനകക്കുന്ന് കൊട്ടാരം, VJT ഹാൾ തുടങ്ങിയ പണി കഴിപ്പിച്ചതും ശ്രീമൂലം തിരുനാളാണ്. അപ്പം ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. 1910 സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ രാജ്യദ്രോഹം ചുറ്റി നാടുകടത്തുമ്പോഴത്തെ ഭരണാധികാരി ആരാണ്? ശ്രീമൂലം തിരുനാൾ. 1891 മലയാളി മെമ്മോറിയലും 96 ഈഴവ മെമ്മോറിയലും സമർപ്പിക്കേണ്ട തിരുവിതാംകൂർ രാജാവ് ആരാണ്? അത് ശ്രീമൂലം തിരുനാളിനാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയലും മലയാളി മെമ്മോറിയലും സമർപ്പിച്ചത് ആർക്കാണ്? അത് ശ്രീമൂലം തിരുനാളിനാണ്. അടുത്തതാണ് പൂരാടം തിരുനാൾ സേതുലക്ഷ്മി ഭായി. സേതുലക്ഷ്മി ഭായിയുടെ കാലഘട്ടം 1924 മുതൽ 31 വരെയുള്ള കാലഘട്ടമാണ്. ശ്രീ ചിത്ര തിരുനാളിന് പ്രായപൂർത്തിയാവാത്തതിനെ തുടർന്ന് തിരുവിതാംകൂർ റീജൻ്റായി ഭരണം നടത്തിയ വനിതയായിരുന്നു പൂരാടം തിരുനാൾ സേതുലക്ഷ്മി ഭായി. 20-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ ഭരിച്ച ഏക വനിതാ ഭരണാധികാരിയാണ് സേതുലക്ഷ്മി ഭായി. അപ്പോൾ 20-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ ഭരിച്ച ഏക വനിതാ ഭരണാധികാരി ആരാണത്? പൂരാടം തിരുനാൾ സേതുലക്ഷ്മി ഭായിയാണ്. അടുത്തത് തിരുവിതാംകൂറിൽ ദേവസ്യം സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരിയും തിരുവിതാംകൂറിൽ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത് സേതുലക്ഷ്മി ഭായിയാണ്. മരുമക്കത്തായത്തിന് പകരമായി മക്കത്തായം ഏർപ്പെടുത്തിയ നായർ റെഗുലേഷൻ അവതരിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയും സേതുലക്ഷ്മി ഭായിയാണ്. തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിച്ചത് സേതുലക്ഷ്മി ഭായിയാണ്. മൃഗബലി നിരോധിച്ചു, ദേവദാസി സമ്പ്രദായം നിരോധിച്ചു. തിരുവനന്തപുരം പട്ടണം വൈദ്യുതീകരിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് സേതുലക്ഷ്മി ഭായി. അടുത്തതാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലഘട്ടം 1931 മുതൽ 1949 വരെയുള്ള കാലഘട്ടമാണ്. തിരുവിതാംകൂറിലെ അവസാനത്തെ രാജാവായിരുന്നു ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. കടൽ കടന്ന് യാത്ര ചെയ്ത ആദ്യ തിരുവിതാംകൂർ രാജാവാണ് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ഇന്ത്യൻ യൂണിയനുമായി ലയനക്കരാറിൽ ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവാണ് ചിത്തിര തിരുനാൾ. 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം കൊണ്ടുവന്നത് ആരാണ്? ചിത്തിര തിരുനാൾ. ഇമ്പോർട്ടൻ്റ് ആണ്. ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരാണ്? അത് ചിത്തിര തിരുനാളാണ്. എന്നാണ്? 1936 നവംബർ 12. തിരുവിതാംകൂർ ഭൂപണയ ബാങ്ക്, തിരുവിതാംകൂർ സർവകലാശാല, പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി എന്നിവ സ്ഥാപിച്ച ഭരണാധികാരി. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ആരാണ്? ചിത്തിര തിരുനാളാണ്. നിവർത്തന പ്രക്ഷോഭം, ഉത്തരവാദ ഭരണ പ്രക്ഷോഭം, പുന്നപ്ര വയലാർ സമരം എന്നിവ നടന്ന കാലഘട്ടങ്ങളിലെ തിരുവിതാംകൂർ രാജാവ്. അതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ തിരുവിതാംകൂർ രാജാക്കന്മാരെക്കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ് നമ്മൾ ഈ
ക്ലാസ്സിലൂടെ പഠിച്ചത്. ക്ലാസ്സുകൾ കേൾക്കുക, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റു വീഡിയോകൾ ചെയ്യാനുള്ള ഒരു പ്രചോദനമാകുള്ളൂ. നമ്മൾ കണക്റ്റഡ് ഫാക്റ്റായിട്ട് നമ്മളിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രമാണ് പഠിച്ചിട്ടുള്ളൂ. ഡീറ്റെയിൽഡ് ആയിട്ട് ഇവരെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നിന്നുമുള്ള ടോപ്പിക്സാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസ്സുകൾ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങളിലൂടെ മാത്രമേ നമുക്ക് മറ്റു ക്ലാസ്സുകളിലേക്കുള്ള പ്രചോദനം ഉണ്ടാവുകയുള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.